എന്ത് നിർത്തിക്കാഞ്ഞേ? എത്രയായി ഉമ്മാന്റെ കുഞ്ഞൊരു പാട്ട് പാടി തന്നിട്ട്? ഉണ്ണിയുടെ പാട്ട് കേട്ട് നിൽക്കുന്ന കുൽസുവിനെ അപ്പോഴാണ് അവൻ കാണുന്നത്. കോളേജ് കഴിഞ്ഞ് വന്നിട്ടുള്ള നിൽപ്പാണ് ആശാന്. എൻ്റെ ഉമ്മാക്ക് വേണ്ടി എത്ര പാട്ട് വേണേലും പാടിത്തരാലോ ഉമ്മയുടെയും മോന്. ഉണ്ണി അവരുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. കുൽസോ, നീ എവിടെ? ഇങ്ങ് വന്നേ. നീ അവനെ വിളിക്കാൻ പോയിട്ട് അവൻ്റെ പാട്ടും കേട്ട് നിൽപ്പാണോ? താഴെ നിന്നുള്ള ഭാഗ്യത്തിൻ്റെ വിളിയാണ്. താനിപ്പോൾ എന്തിനാ വന്നത് എന്ന കാര്യം കുൽസുവിന് ഓർമ്മ വന്നത്. കുൽസു ഉണ്ണിയെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. ഉമ്മ പോയിക്കോ, ഞാൻ വന്നോളാം. കുൽസുവിൻ്റെ കട്ടായം കണ്ട് ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി മോനെ, നീ വേഗം താഴേക്ക് വാ. നിന്നെ വിളിക്കാൻ വന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഈ ഇടയായി മറവി കുറച്ച് കൂടുതലാണല്ലോ മിസ് ഉമ്മ കുൽസു. ഉണ്ണി കുൽസുവിൻ്റെ ഷോൾഡറിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടർക്ക, പിന്നെ മറവി പ്രായമായി വരികയല്ലേ, അതിൻ്റെയാ. അതും പറഞ്ഞ് കുൽസു അവനെയും കൂട്ടി താഴേക്ക് നടന്നു. ആണോ? പക്ഷേ ഉമ്മ. എന്തൊരു പക്ഷേ? അതല്ല ഉമ്മ, സന്തൂർ സോപ്പാണോ ഉപയോഗിക്കുന്നത്? അല്ല, ലെക്സ് ആണെന്ന് തോന്നുന്നു. എന്തേ? അല്ല, ഈ സന്തൂർ സോപ്പിനൊരു പ്രത്യേകതയുണ്ട്. അടുക്കള തിണ്ണയിൽ കയറി ഇരുന്നുകൊണ്ട് ഉണ്ണി പറഞ്ഞു. കുൽസു അവനുള്ള ചായ പകർന്നു കൊടുത്തു. കൂടെ തന്നെ ഇലയടയും വെച്ചു കൊടുത്തു. അവനത് ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കി ഒരമ്മയുടെ വാത്സല്യത്തോടെ കുൽസു നോക്കി നിന്നു. പറ, എന്ത് പ്രത്യേകതയാ ഉള്ളത്? കുൽസുവിൻ്റെ മനസ്സ് പതറിപ്പോകുന്നു എന്നറിഞ്ഞപ്പോൾ, കണ്ണ് നിറയുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ വിഷയം മാറ്റാനായി ചോദിച്ചു. നീ ഇതെവിടെയായിരുന്നു ഉണ്ണിയെ? എത്ര വിളിച്ചു നിന്നെ? ഈ വയ്യാത്ത കാലം വെച്ച് ഞാനോ ഇവളോ കയറി വരണ്ടേ നിന്നെ ഒന്ന് വിളിക്കാൻ? ഒരു ഫോൺ ഉള്ളതാച്ചാ, അതുള്ളതും ഇല്ലാത്തതും കണക്കാ. നിന്റെ ഫോണിൽ ചാർജ് ഉണ്ടോ എന്ന് പോലും അറിയോ ചെക്കാ നിനക്ക്? അങ്ങോട്ടേക്ക് വന്ന ഭാഗ്യ ഉണ്ണിക്ക് നേരെ ചൂടായി. ഒന്ന് പോവമ്മ, കളിയാക്കാതെ. ഉണ്ണി ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഫോൺ ഞാൻ കുത്തിയിട്ടുണ്ട്. ആ, അത് മുടക്കണ്ട. ഏത് സമയവും അതിന്മേൽ കുത്തിക്കൊണ്ടിരുന്നാൽ മതി. പഠിക്കൊന്നും വേണ്ടല്ലോ. കണ്ണൻ വരട്ടെ, നിന്റെ ഫോണിൽ എന്താ ഇതിന് മാത്രം ഉള്ളതെന്ന് നോക്കിക്കാൻ പറയണം. എന്താ അത് ഭാഗ്യേച്ചി, അവൻ പഠിക്കുന്ന കൊച്ചല്ലേ, അവന് പിന്നെ ഫോണിൻ്റെ ആവശ്യം വരില്ലേ? നീയൊക്കെയാണ് കുൽസു അവനെ കേടാക്കുന്നേ. ആ ജാനകിയെ പോലും ചെക്കനൊരു ബഹുമാനവും ഇല്ല. അതിവൻ്റെ ഏട്ടത്തിയാണ് എന്ന് ഇവനോ ബോധമില്ല. എന്നാ പെണ്ണിനോ അങ്ങനെയൊന്നുമില്ല. ഇവൻ്റെ താളത്തിനൊത്ത് തുള്ളല്ലേ. ഇങ്ങോട്ട് വരട്ടെ ആ കാന്താരി. ജാനകിയെപ്പറ്റി പറയൂ. ആ അമ്മയുടെ കണ്ണിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. ശരിയാ, അവളൊരു കാന്താരി തന്നെയാണ്. 2-3 ദിവസം ആയിട്ടുള്ളെങ്കിലും എന്തോ ജാനി പോയപ്പോൾ വീടുറങ്ങിയതുപോലെയായി. കുൽസു പറഞ്ഞു നിർത്തിയപ്പോൾ ഭാഗ്യത്തിൻ്റെ ചുണ്ടിലും ഉണ്ണിയുടെ ചുണ്ടിലും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അല്ല, ഏട്ടനും ഏട്ടത്തിയും എന്നാ വരിക? നാളെ ആയിരിക്കും അല്ലേ ഭാഗ്യേച്ചി? അവർ വിളിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ, ജാനു വിളിച്ചപ്പോൾ കണ്ണൻ വേണുവിനും മനുവിനും ഒപ്പം കടയിലോട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. പിന്നെ അവള് പറയാ എന്നെയും നിന്നെയും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന്. അത് കേട്ടപ്പോൾ കുൽസുവിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. നല്ല ബർക്കത്തുള്ള കുട്ടിയാ അല്ലേ ഭാഗ്യേച്ചി? അതെ, ഐശ്വര്യമുള്ള കുട്ടിയാ അവള്. ആരാപ്പോൾ ഈ നേരത്ത്? കാതൽ കടയിൽ താക്കോലേൽപ്പിച്ച് പോയതാണല്ലോ, പിന്നെ ആരായിരിക്കും? കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് അവർ പറഞ്ഞു. എൻ്റെ പൊന്നമ്മേ, ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പുറത്ത് വന്നവരറിയാൻ പറ്റൂ. അതിനവിടേക്ക് തന്നെ പോവണ്ടേ? പോടാ. ഭാഗ്യമെന്ന് ചമ്മിയെങ്കിലും അത് മറച്ചു വെച്ച് ഉണ്ണിയോട് ഗൗരവം കാണിച്ചു. ഈ സമയം കൊണ്ട് കുൽസു ഉമ്മറത്ത് ആരാ വന്നേന്നറിയാൻ പോയിരുന്നു. ദേ ഭാഗ്യേച്ചി, ആരാ വന്നെന്ന് നോക്കിയേ. ആരാണെന്നറിയാൻ ഭാഗ്യത്തിനൊപ്പം ഉണ്ണിയും ഉമ്മറത്തേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് ഭാഗ്യത്തിൻ്റെ കണ്ണിൽ ഞെട്ടലും കൂടെ സന്തോഷവും തെളിഞ്ഞു നിന്നു. ഉണ്ണിയുടെ കണ്ണിൽ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൂടെയുള്ള ആളെ നോക്കിയപ്പോൾ അവിടെ സങ്കടം തളം കെട്ടി നിൽക്കുന്നു. വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി രണ്ടാളും. നീയൊന്നും പറഞ്ഞില്ലല്ലോ ഉണ്ണി ഇവർ വരുന്ന കാര്യം. പക്ഷെ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ണി. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചില രംഗങ്ങൾ മിന്നിമാഞ്ഞു. ഇതേ സമയം ജാനീന്ദ്രൻ്റെ നനഞ്ഞ ഡ്രസ്സ് വിരിച്ചിട്ട് വന്നപ്പോഴേക്കും അവൻ വേറെ ഡ്രസ്സ് മാറിയിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ നാട്? ഓ, ഇഷ്ടമായി. ഈ നാട് മാത്രമല്ല, ഈ നാട്ടുകാരെയും പിന്നിതാ ഈ വീട്ടുകാരെയും. ആണോ? ജാനിയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. അതെല്ലോ. അവളുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. അല്ല, നിന്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ പൂർണിമ? അതെ.
അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് സംശയിച്ചെങ്കിലും മറുപടി പറഞ്ഞു. എന്താപ്പം അങ്ങനെ ചോദിച്ചേ? ജാനി അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുമായിരുന്നു രണ്ടുപേരെയും, എന്തോ ഒരു അകൽച്ച പോലെ. ശരിയാ, അവർ തമ്മിലൊരു താലിയുടെ ബന്ധം മാത്രമേ ഉള്ളൂ, മറ്റു റിലേഷനൊന്നുമില്ല. അതായത് ഫിസിക്കലി അവർ തമ്മിലൊന്നുമില്ല എന്ന്. എന്താ? അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ എത്രയായി? അല്ല, അവരെന്തിനാ ഇങ്ങനെയൊക്കെ? ഇന്ദ്രൻ ജാനി പറഞ്ഞത് കേട്ട് ഷോക്കിലായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 4-5 വർഷമായി. അവർക്ക് പോലും അറിയൂല അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയായി എന്ന്. അതിനൊക്കെ കാരണം അയാൾ ഒറ്റ ഒരാളാ. പാവം, അതിൽ പെട്ടുപോയതിൻ്റെ ഏട്ടത്തിയും. എന്ത്? നീ ഒന്ന് തെളിച്ചു പറ ജാനി. ആര് കാരണമെന്നാ നീ പറയുന്നേ? എല്ലാം പറയാം ദേവേട്ട, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. ശരി, വാ, നമുക്ക് താഴെ പോവാം. നിറപുഞ്ചിരിയോട് അവൾ സമ്മതിച്ചു. പിന്നെ എന്തോർത്ത പോലെ ഇന്ദ്രന് നേരെ തിരിഞ്ഞു. അവൾ നോക്കുന്നത് കണ്ട ഇന്ദ്രൻ എന്തെന്ന് പുരികം പൊക്കി ചോദിച്ചു. ആ രുദ്രാക്ഷം എങ്ങനെ ദേവേട്ടന്? ജാനിയുടെ കണ്ണിൽ അതറിയാനുള്ള സന്തോഷവും ആകാംക്ഷയും നിറഞ്ഞു നിന്നിരുന്നു. ഈശ്വര, പെട്ട്. ഇന്ദ്രൻ ജാനിക്കൊന്ന് ഇളിച്ചു കൊടുത്ത് എന്ത് പറയണമെന്നറിയാതെ. നിന്ന് കഥകളി കളിക്കാതെ പറ ദേവേട്ട, ഇതെങ്ങനെ ഏട്ടന് കിട്ടി? ഇത് ഞാൻ. ജാനി മോളെ. താഴെ നിന്നുള്ള ഗായത്രിയുടെ വിളി വന്നപ്പോൾ ഇന്ദ്രൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഈശ്വര, ഇപ്പൊ പെട്ടേനെ പെണ്ണിന്റെ മുന്നിൽ. ജാനി, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നമ്മേ. ആരാമ്മേ വിളിക്കുന്നേ? ഉണ്ണിക്കുട്ടനെന്നാ കാണിക്കുന്നേ. ഉണ്ണിയോ എന്ന് സ്വയം പറഞ്ഞ് ദാ വരുന്നമ്മയെന്ന് പറഞ്ഞ് ദേവനെയും കൂട്ടി താഴേക്ക് പോയി. ആ കണ്ണ, വേണുവേട്ടനും അനുവും ഉമ്മറത്തുണ്ട് കേട്ടോ. ഇന്ദ്രനോട് അത് പറഞ്ഞ് ജാനിക്ക് നേരെ തിരിഞ്ഞ്, ആ പിന്നെ ജാനി, നാ, കുറേ നേരമായി അടിക്കുന്നു, നീ ഒന്ന് തിരിച്ചു വിളിച്ചേക്ക്. പറഞ്ഞു തീരും മുന്നേ ഉണ്ണിയുടെ കോൾ പിന്നെയും വന്നു. ഇന്ദ്രൻ അവളെയൊന്ന് നോക്കി ഉമ്പറത്തേക്ക് നടന്നു. ജാനു വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. ഏട്ടത്തി, അമ്മു വെച്ച് വന്നിട്ടുണ്ട്. ജാനി ഹലോ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഉണ്ണി പറഞ്ഞു. അത് കേട്ട് ജാനി ഞെട്ടി. അപ്പോൾ മാഷ് വന്നില്ലേ? ഇല്ല, ദിനുവിനൊപ്പമാണ് വന്നത്. അപ്പോൾ മാഷ്? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്തിന്? അമ്മയോട് പോലും ഒന്നും പറഞ്ഞില്ല. ഏട്ടത്തിയെ ചോദിച്ചു. അമ്മ പറഞ്ഞു ഏട്ടത്തിയുടെ വീട്ടിൽ പോയതാണെന്ന്. എന്നിട്ട്? കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല. പിന്നെ ചോദിച്ചു എന്നാ വരാ എന്ന്. നാളെ എന്ന് പറഞ്ഞപ്പോൾ ഒരു തലവേദന, എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് റൂമിൽ കയറി കഥ കടിച്ചു. അപ്പോൾ അമ്മയൊന്നും ചോദിച്ചില്ലേ? ഇല്ല, അമ്മ ചേച്ചിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതല്ലേ, അതാവുമെന്ന് കരുതി ആ പാവം സമാധാനിച്ചു. എന്നോടും ദിനുവിനോടും ചേച്ചിയെ വെറുപ്പിക്കേണ്ടെന്നും പറഞ്ഞു പോയി. ഉണ്ണിയുടെ വാക്കുകൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ഈശ്വര, എൻ്റെ അമ്മു. ജാനയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവളുടെ കണ്ണും നിറഞ്ഞു. പിന്നെ എന്തോർത്ത പോലെ. ദിനു ഉണ്ടോ നിൻ്റെ അടുത്ത്? അവനറിയില്ലേ എന്താ പ്രശ്നമെന്ന്? ഇല്ല ഏട്ടത്തി, കോളേജിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ വെച്ച് വേഗം പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. കൂടെ തന്നെ കരഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും. എന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ലേ ദിനു? ആ പാവത്തുങ്ങൾക്കും അറിയില്ല അവരെങ്ങോട്ടാ പോയതെന്ന്. അവരോ? അപ്പോൾ അവരും പോയിന്ന്. അത് പറയുമ്പോൾ അവൻ്റെ വാക്കിൽ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. ശരി ഉണ്ണി, ഞാൻ വെക്കുക. ഏട്ടത്തി, നാളെ വൈകരുത്, വേഗം എത്താൻ നോക്കണേ. നീ അമ്മുവിനെ ശ്രദ്ധിച്ചോണേ ഉണ്ണി, അവൾ വല്ല കടുങ്കയും കാണിക്കും. എന്ന് ശരി ഏട്ടത്തി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ജാനി ഫോൺ കട്ടാക്കി തിരിഞ്ഞപ്പോഴുണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മ. അമ്മയോ? ഞാൻ പേടിച്ചു പോയല്ലോ. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇറങ്ങുന്നോ? വേറൊന്നും ചോദിക്കേ പറയും ചെയ്യാതെ ഗായത്രി ചോദിച്ചു. അല്ലേലും മക്കളുടെ മനസ്സറിയാൻ ഈ അമ്മമാർക്ക് വല്ലാത്ത കഴിവാണല്ലോ. അത് ഞങ്ങൾ പൊക്കോട്ടെ അമ്മേ. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല ജാനി, എന്നാലും പറ. പ്രശ്നം പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കുക. എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് അമ്മുവും. അവൾക്കൊരു താങ്ങായി എപ്പോഴും എൻ്റെ മോളുണ്ടാവണം. ഒരു നാത്തൂനാവേണ്ടടുത്ത് നാത്തൂനാവണം, ഒരു സുഹൃത്താവേണ്ടടുത്ത് സുഹൃത്താവണം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ജാനി ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തി. പിന്നെ അമ്മേ, ഏട്ടത്തി, അറിയില്ല കുട്ടിയെ അതിൻ്റെ അവസ്ഥ എന്താകുമെന്ന്. പാവം, എല്ലാം അവൻ ആ വിശാൽ കാരണ.
സാരമില്ല അമ്മേ, ഞാൻ പോയി ദൈവേട്ടനോട് പറയട്ടെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞ് ജാനു ഉമ്മറത്തേക്ക് നടന്നു. അല്ലമ്മേ, മീനു വന്നില്ലേ ഇതുവരെ? നേരം സന്ധ്യയോടടുത്തല്ലോ. പോകുന്ന പോക്കിൽ ഗായത്രിയോടായി ചോദിച്ചു. അല്ലേലും കാർത്തിമോളെ അടുത്ത് പോയിട്ട് നിന്റെ അനിയത്തി എപ്പോഴെങ്കിലും നേരത്തിനും കാലത്തിനും ഇതിനുള്ളിൽ കയറിയിരുന്നോ? അതും ശരിയാ. അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന നിമ്മിയെ ജാനയും ഗായത്രിയും കാണുന്നേ. കരഞ്ഞതുകൊണ്ടാവാം കണ്ണൊക്കെ തടിച്ച് മുഖക്കെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നു. ഏട്ടത്തി, മോളെ. ജാനയ്ക്കും ഗായത്രിക്കും നിമ്മിയുടെ അവസ്ഥ കണ്ട് വല്ലാത്ത വിഷമം കൂടി. കൂടെ തന്നെ ഇതിനെല്ലാം കാരണക്കാരനായ വിശാലിനോട് വെറുപ്പും. സാരമില്ല, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാ. നിമ്മിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോഴേക്കും വിതുമ്പി പോയിരുന്നു. ഈശ്വര, എന്ത് പരീക്ഷണമാണിത് എന്നും പറഞ്ഞ് ഗായത്രി നിമ്മിയെ തൻ്റെ മാറോട് അടക്കി പിടിച്ചു. അവളും അത് ആഗ്രഹിച്ചിരുന്ന പോലെ ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു നേരം അവരുടെ അടുത്ത് നിന്ന് ജാനു ഉമ്മറത്തേക്ക് പോയി. അവിടെ അച്ഛനും മനുവും ഇന്ദ്രനും എന്തോ അന്താരാഷ്ട്ര ചർച്ചയിലാണെന്ന് തോന്നുന്നു. ഭയങ്കര ചർച്ചിക്കൽ. ജാനു ഉമ്മറത്ത് വന്ന് താളം ചവിട്ടുന്നത് മനു കണ്ട് അത് ഇന്ദ്രനും വേണുവിനും കാണിച്ചു കൊടുത്തു. എന്താ മോളെ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് അച്ഛാ, ഹലോ ഓൾഡ് പീപ്പിൾസ്, എന്താ ഇവിടെ ഒരു ചർച്ച? അവിടേക്ക് കയറി വന്ന് മീനുവിനെയും കാർത്തുവിനെയും കണ്ട് ജാനയും ഇന്ദ്രനും അടക്കം എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അതൊരു കൂട്ടച്ചിരിയിലേക്ക് പോയി. പുറത്തുനിന്നുള്ള ചിരി കേട്ട് അകത്തുനിന്നുള്ളവരും ഇറങ്ങി വന്നു. മീനുവിനെയും കാർത്തുവിനെയും കണ്ട് അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന നിമ്മി വരെ ചിരിച്ചുപോയി.